ഹായ് ഹലോ ഗായ്സ്, ഞാനിന്നൊരു വെറൈറ്റി എക്സ്പോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ ഫാൻറ്റസി എക്സ്പോ കാണാനാണ് ഞാൻ പോയിട്ടുള്ളത്. ഒരുപാട് പേര് പോയി നല്ല അഭിപ്രായം പറഞ്ഞ ഒരു എക്സ്പോ ആണ്. ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഒരു എക്സ്പോയിൽ പോയിട്ടില്ല. അപ്പോൾ ഈ മറൈനായിട്ടുള്ള എല്ലാ മീനുകളും പലതരം കടലിലൊക്കെ കാണുന്ന ജീവികളുടെയൊക്കെ ഒരു എക്സ്പോയാണ് ഇവിടെ നടത്തുന്നത്. അപ്പം വളരെ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും അകത്ത്. ഒരാൾക്ക് 120 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അകത്ത് കയറിയപ്പോൾ തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു. സാധാരണ ഈ വിദേശത്തൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ ഇതുപോലത്തെ മറൈൻ എക്സ്പോ ഒക്കെ ഇഷ്ടംപോലെ തിരുവനന്തപുരത്തും കേരളത്തിൽ പല ഭാഗത്തും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വെറൈറ്റി കാഴ്ചകൾ തന്നെയായിരുന്നു. നല്ല നിറങ്ങളിലുള്ള പല വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കടലിലും അല്ലാതെ സാധാരണ അക്വേറിയത്തിലും ഒക്കെ കാണുന്ന തരത്തിലുള്ള മീനുകൾ തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാലും ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ മീനുകളൊക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും കടലിൽ കൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നും. അങ്ങനെ അത്ര വലിയ ടാങ്കുകളിലാണ് ഈ മീനുകളെല്ലാം ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം ഷാർക്ക് വെറൈറ്റിയിലുള്ള മീനുകളാണ്. അതിൻ്റെ കറുപ്പും വെള്ളയും നിറത്തിലുള്ള വലിയ മീനുകളാണ്. അതുപോലെ കടലിൻ്റെ അടിയിലൊക്കെ കാണുന്ന പോലത്തെ പല കളറിലൊക്കെ ഉള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും നമ്മുടെ അക്വേറിയത്തിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുള്ള മീനുകൾ തന്നെയാണ്. എന്നാൽ ഇവിടെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഈ കാർപ്പ് പോലത്തെ മീനുകളൊന്നും നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പല്ല. കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് ഇനം മീനുകളായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുട്ടിക്കാലം മുതലേ എനിക്കിഷ്ടമുള്ളൊരു മീനായിരുന്നു. ഇതിന് ഞാൻ മീശ മീനെന്നാണ് പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതിന് മീശ പോലെ 2 കൊമ്പുണ്ട് അതിൻ്റെ താടിയുടെ അവിടെ നിന്ന് താഴോട്ട്. അപ്പോൾ ഞാൻ ഈ മീനിനെ പണ്ട് സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് കൊഞ്ച് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. സാധാരണ ലൈവായിട്ട് നമ്മൾ കൊഞ്ചൊന്നും കാണാറില്ല. കടലിലുള്ള മീനുകളാണ് നമ്മൾ കറി വയ്ക്കാനൊക്കെ വാങ്ങാറുണ്ട്. പക്ഷേ ഇവിടെ ലൈവായിട്ട് നമുക്ക് കൊഞ്ച് കാണാൻ പറ്റി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിറയെ കാർപ്പ് മീനുകളുണ്ട്. അതിൻ്റെ തന്നെ പല വെറൈറ്റി പല ഡിസൈനിലൊക്കെ ഉള്ള കാർപ്പുകളാണ്. അപ്പോൾ അതും ഭയങ്കര രസമായിരുന്നു. അതും ഒരുപാട് മീനുകൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ. പിന്നെ ഞാനിവിടെ നോക്കിയപ്പോൾ കാണാം പല മീനുകളും എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് എൻ്റെ ഫോട്ടോ എടുക്കൂ, എൻ്റെ വീഡിയോ എടുക്കൂ എന്ന് പറയണ പോലെ എനിക്ക് തോന്നിയത്. അവർക്ക് വളരെ അടുത്ത് വന്ന് നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വളരെ തൊട്ടടുത്ത് നിന്ന് കാണുന്ന പോലത്തെ ഒരു എഫക്റ്റാണ്. നമ്മളും അതിൻ്റെ കൂടെ നീന്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ വലിയ വലിയ ടാങ്കുകളായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത് മുഴുവൻ. കാണാൻ ധാരാളം പേര് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു വൈകുന്നേരം 4 മണി 5 മണി സമയത്തൊക്കെയാണ് പോയത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടതാണ് ഈ അലിഗേറ്റർ ഫിഷ് എന്ന് പറയുന്നത്. ശരിക്കും കണ്ടാൽ മുതല പോലെ തന്നെ നമുക്ക് തോന്നും. വലിയ പല്ലൊക്കെ ഉള്ള വലിയ മീനുകളാണ്. നല്ല രസമായിരുന്നു കാണാൻ. അപ്പം വിദേശത്തൊക്കെ ആണെങ്കിൽ വലിയ വലിയ മീനുകളുടെ ഒക്കെ ആയിരിക്കും ഇവിടെ ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ പകരം ഇവിടെ നമുക്ക് ചെറിയ അക്വേറിയം മീനുകൾ തന്നെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും തോന്നും. കാരണം വളരെ രസമായിരുന്നു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ തന്നെയായിരുന്നു എല്ലാം. വലിയ മീനുകളാണ്. അപ്പോൾ നമുക്കിങ്ങനെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും. പിന്നെ ഈ ടണലിൻ്റെ അകത്തൂടെ പോകുമ്പോൾ ശരിക്കും നമ്മൾ കടലിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോകുന്ന ഒരു എഫക്റ്റാണ്. വലിയ മീനാണ് ഇതൊരെണ്ണം. ഇതെന്ത് മീനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നല്ല ഭംഗിയാണ്. കാരണം ആ മീനുകളുടെയൊക്കെ നല്ല സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മീനുകളും നല്ല ആക്റ്റീവായിട്ട് എപ്പോഴും ഇങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ നല്ലപോലെ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രായത്തിലുള്ളവരും എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നതും കണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഒറ്റയ്ക്കാണെന്ന് പോയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ എനിക്ക് നല്ലപോലെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. എന്തായാലും ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഓണം ടൈമൊക്കെ ആയതുകൊണ്ട് ധാരാളം പേര് ഇത് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഓണത്തിന് പല പല കാര്യങ്ങളാണ് പല സ്ഥലങ്ങളിലായിട്ട് തിരുവനന്തപുരം സിറ്റിയിലും അല്ലാതെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് പലയിടത്തും. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരിക്കും. കാരണം ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇതൊരു നല്ല രസമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു എക്സ്പോ അല്ല ഇത്. മറൈൻ എക്സ്പോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കടലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീല് കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
അപ്പോൾ നമ്മൾ വിദേശത്തൊക്കെയാണ് കൂടുതലും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇതുപോലത്തെ ഷോകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, ആസ്വദിക്കുക. അപ്പോൾ ഞാനും ഇതുപോലെ അടുത്ത കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും നമ്മൾ ആദ്യം കണ്ട ഈ ഒരു ഭാഗത്ത് തന്നെ എത്തിയത്. ശരിക്കും ഈ കുഞ്ഞു മീനുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പല നിറത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ കുറേ നേരം അത് എൻജോയ് ചെയ്ത് നടന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം ഗൈസ്. ഇപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ടാങ്കിൻ്റെ അകത്ത് കുറച്ച് ഓന്തുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളിപ്പം വീട്ടിലൊക്കെ വളർത്തുന്നതാണ് ഈ പെറ്റ്സായിട്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ഞാൻ കണ്ടതാണ് നിറയെ ഏഞ്ചൽ ഫിഷൊക്കെ കിടക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ അക്വേറിയത്തിൽ കാണുന്ന പോലത്തെ ഏഞ്ചൽ ഫിഷല്ല, കടലിലൊക്കെ കാണുന്ന പോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഏഞ്ചൽ ഫിഷാണ്. ഭയങ്കര ഭംഗിയുള്ള ഏഞ്ചൽ ഫിഷാണ്. ബ്ലാക്കും വൈറ്റും ഒക്കെ ഉള്ള ഡിസൈനുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും ഏഞ്ചൽ ഫിഷിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ അക്വേറിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം കാണാത്തൊരു സാധനമാണ് ഇപ്പോൾ ഏഞ്ചൽ ഫിഷ്. എന്തായാലും ഞാനിപ്പോൾ ഇത് കണ്ടുകൊണ്ട് നടന്നപ്പോഴും നമ്മുടെ ഇവിടെ കുറേ മീനുകൾ ഇങ്ങനെ ഒന്നിച്ച് എങ്ങോട്ടൊന്നില്ലാതെ കൂടി നിൽപ്പുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടെ. അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിപിടി കൂടി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ശരിക്കും അത്രയും സ്ഥലമേ ഉള്ളൂ അവിടെ. വേറെയും നിറയെ സ്ഥലം ഉണ്ടായിരുന്നിട്ട് അതെല്ലാം കൂടെ ഒരു വശത്തോട്ടൊന്ന് കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്, വലിയ മീനുകളെല്ലാം കൂടെ. അപ്പോൾ ഇത് വേറൊരു ടാങ്കിൽ ഇട്ടിട്ടുള്ള ഏഞ്ചൽ ഫിഷാണ്. ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനായിരുന്നു നേരത്തെ കണ്ടതിനേക്കാളും. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തതും ഇത് കുറച്ചുകൂടെ കടലിലൊക്കെ ഉള്ള ടൈപ്പ് ഏഞ്ചൽ ഫിഷാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഭംഗിയുള്ള ഏഞ്ചൽ ഫിഷുകളായിരുന്നു ഇതെല്ലാം. അപ്പോൾ ഈ മീനുകളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് ഭംഗിയുള്ള മീനുകളായിരുന്നു. എല്ലാത്തിൻ്റെയും കാഴ്ച കണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തിരക്ക് കൂട്ടുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ദൂരെ കുറേ പേര് കൂടി നിൽപ്പുണ്ട്. അവിടെ എന്തോ സ്പെഷ്യലായിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ട്, അതാണ് ഇത്രയും തിരക്ക്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കണ്ട ടാങ്ക് ഇതാണ്. ഇതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻ തന്നെയാണ്. ഇതും കടലിലൊക്കെ ഉള്ള മീനാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇത്രയും കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മീനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഗ്ലിറ്റർ തിളക്കമുണ്ട് ഇതിൻ്റെ പുറത്ത്. അപ്പോൾ ഓരോ മീനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും അതിങ്ങനെ തിളങ്ങുന്നുണ്ട്. നമ്മൾ ഈ മിനുക്കെന്നൊക്കെ പറയുന്ന പോലെ ഗ്ലിറ്റർ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ലൈറ്റ് അടിക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും നല്ല ഭംഗിയായിരുന്നു അത്. അപ്പം ഞാൻ ആ മീനിനെ തന്നെ കുറേ നേരം നോക്കി നിന്നായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള നമ്മുടെ മെർമെയ്ഡുള്ള ടാങ്കിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ശരിക്കും നമ്മൾ ജലകന്യക എന്നൊക്കെ പറഞ്ഞ് കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഇവിടെ വന്നപ്പോൾ നേരിട്ട് കാണാൻ പറ്റി. ശരിക്കും ഇതൊരു മിത്താണ് ഗൈസ്. എന്നാലും നമുക്കറിയാം ഭയങ്കരമായിട്ട് ഒരുപാട് ഫാൻ ബേസ് ഉള്ളൊരു ഇതാണ് ഇങ്ങനെ മെർമെയ്ഡ് ജലകന്യക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയാണ് കൂടുതൽ ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഷോയുടെ മെയിൻ അട്രാക്ഷനും സ്പെഷ്യലായിട്ടുള്ള സംഭവം ഇത് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവരുടെ പെർഫോമൻസ് കാണാൻ തന്നെയാണ് ഇവിടെ വന്ന് തിക്കിത്തിരക്കി നിൽക്കുന്നത്. ഫിലിപ്പീൻസ് ആയിട്ടുള്ള സുന്ദരികളാണ്. ശരിക്കും ഇവർ നല്ലപോലെ എഫർട്ട് എടുക്കുന്നുണ്ടും ആളുകളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനായിട്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയാണ് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടം. അവർക്ക് വേണ്ടി നല്ല ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക, നല്ല വെറൈറ്റി പോസൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ സ്കില്ലനുസരിച്ച് അവർ ഒരുപാട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ടുള്ള പരിപാടിയാണിത്. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം വെള്ളത്തിൽ കിടക്കുക, ആളുകളെ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഒരാളാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവരുടെ പെർഫോമൻസ് കുറച്ച് നേരം കണ്ടു നിന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കുട്ടികൾ തന്നെയാണ് ഇതെല്ലാം കൂടുതലായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക അട്രാക്ഷൻ തന്നെയായിരുന്നു ഈ ഷോയുടെ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഈ ഒരു ഷോയിൽ ശരിക്കും മറൈൻ എക്സ്പോ എന്ന് പറഞ്ഞ് നടത്തിയിട്ട് ഒരുപാട് അക്വേറിയം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഇതുപോലെ നമ്മുടെ ജലകന്യകയുടെ കുറേ പെർഫോമൻസും കാണാൻ പറ്റി. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പോ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം ആളുകളെല്ലാം ഇവരിങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതൊക്കെ നോക്കി നിന്നു. എല്ലാവർക്കും ഇവരുടെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നോക്കി നിന്നത്. നല്ല രസമായിരുന്നു കാണാൻ.
അപ്പോൾ ഓണമായിട്ട് ഫാമിലി ആയിട്ട് പുറത്തൊക്കെ പോകാനും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളും ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണുക. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ മീനുകളുടെയും ലൈറ്റുകളുടെയും എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി, പ്രത്യേകിച്ച് ചൂടുവെള്ളമൊക്കെ അതിൽ ഒഴിച്ച് വെച്ചാൽ നമുക്ക് ചൂട് പിടിക്കാൻ ദേഹത്ത്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇവിടെ ഹൽവ, കുറേ വെറൈറ്റീസിലുള്ള ഹൽവയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ഹൽവ, അങ്ങനെ പല വെറൈറ്റി ഹൽവകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പല വെറൈറ്റി സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു സോഫ കവറാണ് ഇഷ്ടപ്പെട്ടത്. എനിക്കിത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇതിൽ തൊട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു. ഇത് പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഹാർഡായിട്ടാണ് തോന്നിയത്. എന്നാലും ഇതിൻ്റെ 2 പീസേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. വേറെ വെറൈറ്റി കളേഴ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ തരം പഴയ കാലത്തുള്ള മിഠായികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ 90s കിഡ്സ് മിഠായി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ എല്ലാ മിഠായിയൊന്നും പലതും കണ്ടിട്ട് കൂടിയില്ല, എന്നാൽ പോലും എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ വെറൈറ്റി മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഉപ്പും മുളകും മിഠായി എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ജീരക മിഠായി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിഗരറ്റിൻ്റെ മിഠായി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, കൊച്ചിലെ കഴിച്ചിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് ജീരക മിഠായി ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള പെൻസിലുകൾ, പേനകൾ, അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ മെയിൻ ഇഷ്ടം എനിക്ക് ഈ ചെടികളുടെ വിത്തൊക്കെ വാങ്ങുക എന്നുള്ളതായിരുന്നു. ഞാനും അത് കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു, പക്ഷെ വാങ്ങിയില്ല. കാരണം അത് ചില വിത്തുകളൊന്നും പൊടിക്കാറില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങാറില്ല. മിക്കപ്പോഴും ഞാൻ വാങ്ങുന്നതാണ്. പല വെറൈറ്റി അച്ചാറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ മണമായിരുന്നു അവിടെ മൊത്തവും. പിന്നെ കുട്ടികൾക്കുള്ള കുറേ ടോയ്സ് ഉണ്ടായിരുന്നു, ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ മെയിൻ കാഴ്ചകൾ. അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ കുറേ ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു, പല സാധനങ്ങളും സ്നാക്സും ഒക്കെ വിൽക്കുന്ന സ്റ്റാളുണ്ട്. കുട്ടികൾക്ക് വേണ്ടി കുറച്ച് പ്ലേ ഏരിയയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഒരാളെ കാണിച്ചു തരാം. എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നോട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് പോയി കാണണ്ട, വലിയ രസമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും തിരുവനന്തപുരം തൈക്കാട് വരുമ്പോൾ നിങ്ങൾ ഈ എക്സ്പോ പോയി കാണുക. ഓണത്തിന് നല്ല രസമായിരിക്കും ഫാമിലി ആയിട്ടൊക്കെ വരാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.